വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണിത്. കൃത്യമായി പരിശോധിക്കുക. കെ സ്മാർട്ട് ഉണ്ടാക്കിയിട്ട് അതുപോലെ നേരെ കൊണ്ടുകൊടുക്കാൻ കഴിയാത്ത ആളുകളല്ലേ നിങ്ങൾ? ആദ്യം നിങ്ങൾ കൊച്ചി കോർപ്പറേഷനിൽ പോയിട്ട് കെ സ്മാർട്ട് ഒന്ന് നേരെയാക്കി താ. ചേട്ടാ ഒറ്റ മിനിറ്റ്. കഴിഞ്ഞ 7 വർഷമായി ഇവർ കുറെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏറ്റവും ആദ്യം ലാവനിയിൽ തുടങ്ങി സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി കടത്ത്, അതുപോലെ ഈന്തപ്പഴത്തിന്റെ കുരു, അതുപോലെ ഖുറാന്റെ ഉള്ളിൽ സ്വർണം. അതിനുശേഷം നേരെ വന്ന SFI അന്വേഷണം, കരിവണ്ണൂര്, അതുപോലെ ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യല്, ED, CBI, NIA, കസ്റ്റംസ്. എത്ര അന്വേഷണം ആരംഭിച്ചിട്ടും ഒരെണ്ണത്തിൽ പോലും ഒരു ചെറിയ തെളിവിന്റെ കണിക പോലും കണ്ടെത്താൻ ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ കാണുന്നത് ഹൈക്കോടതിയാ. ആ ഹൈക്കോടതി പോയി KPCCയുടെ പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും നിരവധി ഹർജി കൊടുത്തു. ഹൈക്കോടതി എന്താ പറഞ്ഞെന്നറിയോ? രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറഞ്ഞാൽ അത് ഭരണപക്ഷത്ത് മാത്രം പോരാ, പ്രതിപക്ഷത്തിന് വേണം. നിങ്ങൾക്കും ധാർമ്മികതയുണ്ടെന്ന് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഒരു അഫിഡവിറ്റ് കൊടുത്തില്ല, ആ വഴി ചാടി പോയി. എത്ര കേസ് കൊടുത്തു? ഒരു കേസിൽ എന്തെങ്കിലും കിട്ടിയോ? ട്രേഡ്മാർക്ക് ആക്കിയ പാർട്ടിയാണ് CPM പിണറായി വിജയനും. 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന് പറഞ്ഞു സുപ്രീം കോടതി ഫയൽ ചെയ്തപ്പോൾ അവിടെ കണക്കില്ലല്ലോ. 14,000 കോടിയായിട്ട് മാറി. അല്ല, അവിടെ കണക്കില്ല. 57,000 കോടി കണക്കില്ല. പിന്നെ ഇവര് വിലക്കയറ്റത്തിനെ പറ്റി പറയുന്നു. ഇവിടെ എന്ത് കാര്യത്തിന് വില കുറവുള്ളത്? അല്ല, പൊതുവെ വിലക്കയറ്റത്തിൽ മറ്റു ഹെൻറി ഓസ്റ്റിൻ അവരുടെ വാദം ഇതാണ്. വിലക്കയറ്റം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് വിലവർദ്ധനവുള്ളത് കേരളത്തിലാണോ അല്ലയോ? ഇവിടെ ഇരിക്കുന്ന ഒരാളത് പറയില്ല, ആരും പറയില്ല. അത് വസ്തുതയാണ്. ഏതെങ്കിലും ഒരാള് രാജ്യത്തിന്റെ കണക്ക് നോക്കെ, രാജ്യത്തിന്റെ കണക്ക്. അരുൺ ഒന്ന് പറഞ്ഞോട്ടെ, 300% വെള്ളക്കരം കൂട്ടിയിരിക്കുന്നത്. ഇലക്ട്രിസിറ്റിയുടെ കൂട്ടിയിട്ടുണ്ട്. ശരാശരി 250-300 ഓരോ കുടുംബത്തിനും അധിക വർധന വരുന്നുണ്ട്. ഇവിടെ പെട്രോളിന്, നാട് മുഴുവൻ പെട്രോളിന് വില കൂടുതലാണ്. 2 രൂപ അധികം. പിന്നെ നിങ്ങൾക്ക് NDA സ്ഥാനാർത്ഥി എറണാകുളം മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസവുമായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ വോട്ടർമാർ ചോദിക്കൂലേ, നിങ്ങൾ പറഞ്ഞ 50 രൂപയുടെ പെട്രോൾ എവിടെ? നിങ്ങൾ വില കുറച്ച് തരാമെന്ന് പറഞ്ഞ ഗ്യാസ് എവിടെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവില്ല. 2 കോടി തൊഴിൽ എവിടെ? എന്ത് മറുപടി പറയും? അരുണേ കഴിഞ്ഞ 2014 വെറുതെ അല്ല, 2014 ഇവര് രണ്ടുപേരും അല്ലെ പുറത്തു നിന്നോ ഒരു സർക്കാരിന് വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ നിന്ന സർക്കാർ അതിനെ വളരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മാൻഡേറ്റ് മേടിച്ച് വെച്ച മാനിഫെസ്റ്റോ മേടിച്ച് 2014 അധികാരത്തിൽ വന്നു. അത് നടപ്പിലാക്കിയ ശേഷം 2ാമത് അധികാരത്തിൽ വന്നു. ഇത്തവണ നടപ്പിലാക്കിയ കാര്യങ്ങള് ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ടാണ് BJP. അതാണ് ചോദ്യം. വിലക്കയറ്റം കുറച്ചോ? കാര്യം ഞാൻ പറയട്ടെ. ഞങ്ങളെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ വെക്കുമ്പോൾ നമ്മള് മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് എന്താണെന്ന് അറിയാമോ? ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കുടിവെള്ളം, ഗതാഗതം മുഴുവൻ ആളുകൾക്കുള്ള. KS രാധാകൃഷ്ണൻ നിങ്ങൾ വിലക്കെടുത്തതാണ് അദ്ദേഹത്തിന്. ഈ പലരെയും കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ PSC മെമ്പറായിരുന്നു, പിന്നെ സംസ്കൃത യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയിരുന്നു. നിങ്ങൾ വിലക്കെടുത്താണ്, നിങ്ങൾ സ്ഥാനാർത്ഥിയല്ല. പക്ഷേ കോൺഗ്രസ് കോൺഗ്രസിൽ ആരെങ്കിലും നിൽക്കുവോ? കോൺഗ്രസ് മുങ്ങിപ്പോയി, കോൺഗ്രസ് ഇല്ല, കോൺഗ്രസ് തകർന്നു. നിങ്ങൾ BJPയിലേക്ക് വരോ, നിങ്ങൾക്ക് ഇനി രക്ഷയില്ല. നിലപാടുള്ള ജനാധിപത്യ വിശ്വാസം, മതേതര ബോധമുള്ള ഒരു കോൺഗ്രസ്സുകാരനും പോയിട്ടില്ല. അധികാരമോഹികൾ മുഖ്യമന്ത്രിമാരാ പോയെ. SM കൃഷ്ണ, ജഗദാംബിക പാൽ, ബഹുഗുണ, അമർ നേരിടുന്നവരും രാഷ്ട്രീയപരമായിട്ടുള്ള ഭീഷണി നേരിടുന്നവരും പോയിട്ടുണ്ട്. പക്ഷേ അരുൺ, കേരളം വിട്ട പിന്നെ ത്രിപുരയിലാണ് 2 MLA-മാർ BJP പോയി. വേറെ സംസ്ഥാനങ്ങളിൽ ഇല്ല. അത് ഞങ്ങളുടെ കുഴപ്പമില്ലല്ലോ. 4 കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ, ഇപ്പൊ 4 പേർ BJPയുടെ മുഖ്യമന്ത്രിമാരാണ്. അതായത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ അതേപോലെ BJP മുഖ്യമന്ത്രിയായിരിക്കുന്നു. ത്രിപുരയിലെ CPM ഓഫീസ് BJP ഓഫീസാണ്. BJP തട്ടിയെടുത്തു, അക്രമം സംഘടിപ്പിച്ചു. പക്ഷെ അരുണാചൽ പ്രദേശിലും ത്രിപുരയിലും BJPയുടെ ഭരണമാണ്. BJPയിലേക്ക് വരും. കേരളം വിട്ടു കഴിഞ്ഞാല് പാർട്ടിയില്ല, CPM ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കേരളം വിട്ടാൽ സീറ്റ് തന്നെ ഇല്ലാത്ത ഒരാളുണ്ട് നമുക്ക് ദേശീയ അധ്യക്ഷനായിട്ട്, രാഹുൽ ഗാന്ധി. കേരളം വിട്ടാൽ മുപ്പേക്ക് സീറ്റ് തന്നെ ഇല്ല. മുപ്പേക്ക് ജയിക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ വരണം, അല്ലാണ്ട് വേറൊരു രക്ഷയില്ലാത്ത അവസ്ഥയിലെത്തി.
ഓക്കെ 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 എന്താ 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 ചേട്ടാ നിലപാട്? ആ ആ BJP പ്രതിനിധിയോടാണ് ആ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ആ ഒരു മിനിറ്റ് ചോദിച്ചോ മണിപ്പൂർ ആ എന്ത് റോഡ് ഷോ നിങ്ങടാ? എന്ത് ഗ്യാരണ്ടിയാണ് മണിപ്പൂരിന്? എന്ത് ഗ്യാരണ്ടി? മോഡിക്കത് പോകാൻ പറ്റണില്ല. മണിപ്പൂരിന്റെ കാര്യം മണിപ്പൂരിന്റെ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. വംശീയ കലാപങ്ങളുടെ നാട്ടിലാണ്. നിങ്ങളല്ലേ അവിടെ അത്രയും നാൾ അരുൺ, അതിനൊന്ന് മറുപടി പറയാൻ അനുവദിക്കണം. അദ്ദേഹത്തിന് ഒരു മറുപടി പറയണം. പറയട്ടെ അദ്ദേഹം മണിപ്പൂർ ബിഷപ്പിന്റെ കാര്യം പറയുന്നുണ്ട്. കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ. എന്തിനാണ് സജി പറഞ്ഞിട്ട് സജി എറണാകുളത്തെ കാര്യം പറയൂ. അല്ല സജി പ്രശ്നമല്ല, ദേശീയ വിഷയം. നിങ്ങൾ ത്രിപുരയിലെ കാര്യം പറയുമ്പോൾ മണിപ്പൂരിലെ കാര്യം അവർ ചോദിക്കുന്നു. അവിടുത്തെ മണിപ്പൂരിൽ റോഡ് ഷോ നടത്താൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമുണ്ടോ? മണിപ്പൂരല്ല, ഇന്ത്യയിലല്ല, പാകിസ്ഥാനിൽ പോയി നടത്തും. പാകിസ്ഥാനിലോ? ദുബായിൽ പാകിസ്ഥാനിൽ പോയി റോഡ് ഷോ എവിടെ വേണമെങ്കിലും ലോകത്ത് അംഗീകാരമുള്ള ഒരൊറ്റ പ്രധാനമന്ത്രിയേ ഉള്ളൂ, അത് നരേന്ദ്രമോദിയാണ്. എന്നിട്ട് എന്താ മണിപ്പൂർ ഒരു തവണ സന്ദർശിക്കാഞ്ഞത്? ഒരു തവണ സന്ദർശിക്കാഞ്ഞത് എന്താ? ഒരു തവണ മണിപ്പൂർ സന്ദർശിക്കാൻ എന്താ? മംഗല്യം കൂടാൻ ഗുരുവായൂർ വന്നല്ലോ 2 തവണ. മണിപ്പൂരിൽ പോകാൻ എന്താ? സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണം മംഗല്യം കൂടാൻ പ്രധാനമന്ത്രി വന്നു, മണിപ്പൂരിൽ പോയില്ല. എന്തുകൊണ്ട്? അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും നിശ്ചയിക്കപ്പെട്ട ആളുകളാണ് പോകുന്നത്. ഇന്ത്യയുടെ പരമാധികാരത്തിലുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം പാർലമെന്റ് കമ്മിറ്റി ചോദ്യം ഇത്രേ ഉള്ളൂ. മണിപ്പൂർ എറണാകുളം മണ്ഡലത്തിൽ ചർച്ചയായാൽ ഒരു ചർച്ചയല്ല, നഷ്ടപ്പെടില്ലേ? ഇവിടെ കുടിവെള്ളമില്ല, ഇവിടെ കുടിവെള്ളമില്ല, മാലിന്യം മാറണം, ഇവിടെ ഗതാഗത കുരുക്ക്, ഇതൊക്കെ മണിപ്പൂർ പറയുമ്പോൾ മാലിന്യം ബിജെപിയുടെ മുൻ മുഖ്യമന്ത്രി